ഏകദേശം 4 ലക്ഷം രൂപയുടെ ബിസിനസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ ബുക്കിനകത്തുണ്ട്. ഞാൻ ഇതിനകത്താണ് ഞാൻ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബുക്കാണിത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ടോട്ടൽ എമൗണ്ട്, ഒരു ദിവസത്തെ കമ്മീഷൻ എത്രയാണ് വരുന്നതെന്നൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണല്ലേ തെളിവുകൾ? അത് വലിയ സെയിൽ നടക്കുന്ന അവസ്ഥ ഇതൊക്കെയാണല്ലേ? അതെ. അതേപോലെ ഇതിനകത്ത് ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് പിന്നെ കാണിച്ചു തരാം. ഇതിനകത്ത് ഇവർ പറയുന്ന 10% വെച്ചിട്ടാണെങ്കിൽ ഇതിനകത്ത് 40,000 സംതിങ് ആണെങ്കിൽ സാലറി കിട്ടേണ്ടത്. അതിനകത്ത് ഇവർ പറയുന്ന ഈ പോസ്റ്റൽ ചാർജസ്, ഡെലിവറി ചാർജസ് എല്ലാം കട്ടാക്കിയിട്ട് എനിക്ക് കിട്ടിയേക്കുന്ന എമൗണ്ട് ആണ് മാർച്ച് മാസത്തെ ഈ ചെക്കിനകത്ത് കാണിച്ചേക്കുന്നത്. ഏകദേശം 40,000 അടുത്ത് കിട്ടേണ്ട ആ സ്ഥാനത്താണ് ഈ 16,314 രൂപ തന്നേക്കുന്നത്. എന്നിട്ടാണ് ഇവർ പറയുന്നത് ഇതിനകത്തൊന്നും ഒന്നും കട്ടാക്കിയിട്ടില്ല, എനിക്ക് ക്യാഷ് ഒന്നും തരാനില്ല. ഡെപ്പോസിറ്റ് മാത്രമായിട്ട് 10,000 രൂപ കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ്, ഹോസ്റ്റല് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെ എമൗണ്ട് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ് വരെ ഫുഡിൻ്റെ ക്യാഷ് ഞങ്ങളുടെ അടുത്ത് നിന്ന് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടുത്ത മാസം കഴിക്കേണ്ട ഫുഡിൻ്റെ വരെ എമൗണ്ട് ഞങ്ങളുടെ അടുത്ത് നിന്ന് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇന്നലത്തെ ലൈവിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എല്ലാം 10,000-ന് താഴെയുള്ള ഫോണുകളാണ്, സെക്കൻഡ് ഹാൻഡ് ഫോണുകളാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ സ്വന്തമായിട്ട് ഓൺലൈനിൽ നിന്ന് മേടിച്ച ഫോണാണ്. 10,000-ന് താഴെയുള്ള സ്വന്തം കയ്യിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എല്ലാവരും 10,000-ന് താഴെ ഫോണൊക്കെയാണ്, സെക്കൻഡ് ഹാൻഡ് ഫോണാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവർ ഇന്നലെ ഈ കാണിച്ചേക്കുന്ന ഈ ഫോൺ എൻ്റെ ഫോണാണ്, ഓപ്പോ F11 ഫോണാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ച ഫോണാണ്. 21,990. ഇതാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവർ പറയുന്നത് ഇല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ പുതിയ ഫോൺ ഞാൻ മേടിച്ചത് അവിടത്തേക്കിന് വേണ്ടിയിട്ട് ഈ ഫോണായിരുന്നു ഞാൻ മേടിച്ചിരുന്നത്. 10,000 രൂപ സംതിങ്ങേ ഉള്ളൂ. പക്ഷേ എന്നെ ട്രെയിൻ ചെയ്ത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ക്ലാരിറ്റി ഉള്ള ഫോണൊക്കെ വേണം, അത് കാരണം ആ ഫോൺ എടുക്കുക. അതായത് ഇവർ ഈ കാണിച്ചേക്കുന്ന ഈ ഫോൺ അവിടത്തേക്കിന് എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ്, ഈ ട്രെയിനർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഫോൺ അവിടത്തേക്കിന് വേണ്ടിയിട്ട് യൂസ് ആക്കിയത്. പിന്നെ നിങ്ങൾ എത്ര നാളായി ഇവിടെ ഇവർക്കെതിരെ പരാതി കൊടുക്കുന്ന ആളായി? ഞങ്ങൾ കഴിഞ്ഞ 17-ാം തീയതിയാണ് വന്ന് കൊടുത്തത്. 17-ാം തീയതി ഇപ്പോൾ ഒരു 10-13 ദിവസമായി. എന്നിട്ട് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിയൊന്നും വന്നിട്ടില്ല. വിളി വന്നിട്ടില്ല, ഒരു മെസ്സേജ് മാത്രമേ വന്നിട്ടുള്ളൂ. ആ മെസ്സേജിനകത്ത് ഒരു മെയിൽ വന്നിട്ടുണ്ടല്ലോ. ആ മെയിൽ വന്നിട്ടുണ്ട്. അല്ല, ഒരു കോള് വന്നിട്ടുണ്ട്. അത് സ്നേഹയാണ് വിളിച്ചിട്ടുള്ളത്. എന്നെ ഡിവൈഎസ്പി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിവൈഎസ്പി. അത് ഡേറ്റ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അതെ. ഇവിടെ വന്ന് പരാതി കൊടുത്തത് ഇവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ ഞങ്ങൾ CM-നും പ്രൈം മിനിസ്റ്റർക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞിട്ടും ഇതിനെപ്പറ്റി നടപടിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം ലേബർ ഓഫീസിൽ തിരക്കിയത്. കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഡിവൈഎസ്പി എന്നെ കോൾ ചെയ്യുന്നത്. എന്നെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വിളിച്ചിട്ട് ചോദിച്ചത് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നോ, ഉള്ളതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ആണോ എന്ന് തിരക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചോദിച്ചു എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇത്രാം തീയതിയിലെ നവംബർ 29-ാം തീയതിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത്. ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ 25,000 സാലറി എന്ന് കണ്ടിട്ടാണ് ഞാനിവിടെ വന്നത്. വന്നു കഴിഞ്ഞ് പിറ്റേ മാസം ഇവർ ഇതേപോലെ തന്നെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജനുവരി 24-ാം തീയതി ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ എല്ലാം സ്ക്രീൻഷോട്ട് ഫോണിനകത്തുണ്ട്. എല്ലാത്തിന്റെ സ്ക്രീൻഷോട്ട് ഫോണിനകത്ത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഡേറ്റ് സഹിതം ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ജോയിൻ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഈ ബുക്കിനകത്ത് ജോയിൻ ചെയ്തപ്പോൾ ഡ്യൂട്ടിക്ക് കയറിയ സമയത്ത് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡേറ്റ് സഹിതം ഇതിനകത്ത് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതൊരു തെളിവാണ്. പിന്നെ ഇവർ അഡ്വർടൈസ്മെന്റ് ഇട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നവംബർ 29-ന് അഡ്വർടൈസ്മെന്റ് ഇട്ടതും പിന്നെ ജനുവരി 24-ന് അഡ്വർടൈസ്മെന്റ് ഇട്ടു. അതിനകത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ എന്ന് പറയുന്ന എല്ലാം ഞങ്ങളുടെ അടുത്ത് ഫോണിനകത്ത് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. മൊത്തം പരാതി കൊടുത്തേക്കുന്ന 21 പേരാണ്. CM-ന് പരാതി കൊടുത്തേക്കുന്ന 15 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പെട്ടെന്ന് പരാതി കൊടുത്താൽ 15 പേരുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് കൊടുത്തിരുന്നത്. 21 പേരാണ് മൊത്തം പരാതിക്കാരുള്ളത്. എൻ്റെ വീട് തൃശ്ശൂർ, ഇടുക്കി, തിരുവനന്തപുരം. ഇത്രയും ദൂരത്തു നിന്നാണ് നിങ്ങൾ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇന്നിപ്പോ ഇവിടെ അടൂർ സ്റ്റേഷനിൽ വന്ന് നിന്നിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്തോ? അവിടെ വന്നിട്ട് അവർ പറയുന്നത് ഞങ്ങളുടെ സിമ്മും ഡോക്യുമെന്റ്സും തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോഴും ക്യാഷിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അത് മേടിക്കാൻ നിൽക്കുവാണോ? അത് മേടിക്കണം. കാരണം ഞങ്ങൾ കഷ്ടപ്പെട്ട ക്യാഷ് അല്ലേ. അല്ല, ഇപ്പൊ ഡോക്യുമെന്റ് മേടിക്കാൻ നിൽക്കുവാണോ അതോ ക്യാഷ് വന്നിട്ട്? ഇല്ല, ഡോക്യുമെന്റ് ഇന്നല്ല പറഞ്ഞേക്കുന്നത്. തരാനായിട്ട് വരാനാണ് പറഞ്ഞേക്കുന്നത്. അത് ഇന്നല്ല, വേറെ ദിവസങ്ങളായിട്ട്. ക്യാഷിന്റെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. ഒരു തീരുമാനവും പറഞ്ഞിട്ടില്ല. എന്തായാലും അവസാനം പറഞ്ഞേക്കുന്നത് 2 പേരായിട്ട് 2 ദിവസം കഴിഞ്ഞ് നാളെ മുതൽ 2 പേരായിട്ട് വന്ന് മേടിച്ചോളാനാണ് പറയുന്നത്. സിം പിന്നെ എഗ്രിമെന്റും നിങ്ങൾ കൊടുത്ത എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ്സ് അല്ലേ? നമ്മുടെ ആധാർ കാർഡ് വരെ അവിടെ ഇരിക്കുന്നത്. ഇത്ര ഇപ്പൊ ഒരു ചേട്ടൻ ഒരു കമന്റ് ഇട്ടു, എന്താ പറയാ, മധു കല്ലമ്പലയിൽ 10-15 പേർക്ക് ജോലി കൊടുത്താൽ പോലും ഇതാണ്
ചേട്ടാ ഇതുപോലെ മറ്റേടത്ത് ബിസിനസ് നടത്തുവാണെങ്കിൽ അതിനെതിരെ ചോദ്യം ചെയ്യാൻ തന്നെ വരും. ചേട്ടൻ്റെ സ്ഥാപനത്തിൽ ആരെങ്കിലും ആധാർ കാർഡും മറ്റേതും മേടിച്ചുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടോ? ചേട്ടന് ആദ്യമേ അത് നമുക്കൊന്ന് മനസ്സിലാക്കണം. ഈ കമൻ്റ് ഒക്കെ ഇടുമ്പോഴേ പിന്നെ അവർ ചെയ്ത തെറ്റ് എന്താണെന്നല്ലേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ. പിന്നെ ഇപ്പോൾ ഇനി നിങ്ങളുടെ ഇപ്പോൾ രാവിലെ കളക്ടറേറ്റിൽ പരാതി കൊടുത്തു. ഇനി കളക്ടറിന്റെ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ? അതെ അതെ, ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ ഞങ്ങളിപ്പോൾ ഇങ്ങനെ പരാതി ഒന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഡയറക്റ്റ് ഞങ്ങൾ മാഡത്തിനെ അവിടെ വിളിച്ച് ഞങ്ങൾ എന്നാ ഞങ്ങളുടെ എമൗണ്ട് മേടിക്കാൻ വരണ്ടേന്ന് ചോദിച്ചു. ഒരു മറുപടി ഉണ്ടായില്ല. പിന്നെ അവിടെ അക്കൗണ്ട്സിൽ ചേച്ചിക്ക് അയച്ചു. അപ്പോഴും ഞങ്ങൾക്കൊരു മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നത്. ബസ്സിന്റെ കാര്യം മാത്രമേ തീരുമാനമായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ക്യാഷും കൂടെ കിട്ടണം. ക്യാഷും മൊബൈലും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കിട്ടുന്നവരെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം. ഇന്നലെ തന്നെ അവര് ഈ നിങ്ങളുടെ പ്രതിഭാഗം നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നലെ തന്നെ ലൈവിൽ ഇട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു, നമ്മളെല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പാക്കി. 10-40 മിനിറ്റോളം ലൈവ് പോയെന്ന് പറഞ്ഞു. ലൈവ് ഞാൻ കണ്ടില്ല. നിങ്ങളാരും കണ്ടായിരുന്നോ? അത് എന്തായിരുന്നു അതിനെ കുറിച്ച് പറയാനുള്ളത്? അല്ല, പുള്ളിക്കാരി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിലൊരു കേസില്ല, ഇങ്ങനൊരു കേസ് പോലീസുകാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അത് കേസില്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഈ കേസ് തീർന്നു എന്നാണ് അച്ഛനാട് ഇന്നലെ അതിൽ പറഞ്ഞത്. ഇതിന്റെ ഇപ്പൊ നിങ്ങൾക്കൊരു മെസ്സേജ് വന്നല്ലോ, ടെസ്റ്റ് മെസ്സേജ് വന്നതിനകത്ത് പറയുന്നത്. അങ്ങനെ തന്നെ ഒരു മെസ്സേജ് വന്നതും പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള മെസ്സേജ് ഇതാണ് വന്നത്. കേസ് പരിഹരിച്ചു എന്നാണ്. ഞങ്ങൾക്ക് ഒരു അപ്ഡേഷന് കിട്ടിയിട്ടില്ല ഈ കേസ്. ഈ മെസ്സേജ് വന്നിട്ടുള്ളത്. താങ്കളുടെ ഈ നമ്പർ പരാതി അപേക്ഷ പരിശോധിച്ച് തീർപ്പാക്കുകയും ഡെപ്യൂട്ടി മറുപടി ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജാണ് വന്നത്. ഇത് 27-ാം തീയതിയാണ് ഞങ്ങൾക്ക് ഈ മെയിൽ വന്നത്. 27-ാം തീയതിയും ഇവർ ഈ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞ ഈ നമ്പറിൽ 27-ാം തീയതിയും വിളിച്ചു, 28-ാം തീയതിയും വിളിച്ചു. ഇന്നലെയും വിളിച്ചിട്ടുണ്ട് ഈ നമ്പറിൽ. കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺടാക്ട് ചെയ്തപ്പം കുറേ പ്രാവശ്യമൊക്കെ കട്ടായി പോകുമായിരുന്നു. അപ്പോൾ റേഞ്ച് ഇഷ്യൂ എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ കുറേ പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇങ്ങനെ മെസ്സേജ് വന്നേക്കുന്നത്, ഞങ്ങൾക്കൊന്നും മറുപടിയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, ഇതുവരെ തീർപ്പാക്കിയ കാര്യമൊന്നും ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് വന്നത് അതിനെപ്പറ്റി മൈക്ക് രണ്ട് മൈക്ക് എടുത്തോ എല്ലാവരും. ഇപ്പോൾ എന്തായാലും നമുക്ക് ഒരു കാര്യം കൂടെ കൂടുതൽ ഒരാളത്ത് കൂടെ ചോദിക്കാം. ഇന്ന് കളക്ടറേറ്റിൽ പോയിട്ട് എന്താ കാര്യം? ഇപ്പോൾ ഈ കുട്ടികളെ കൊണ്ട് കളക്ടറേറ്റിൽ പോയിട്ട് എന്തായി? ഞങ്ങളടുത്ത് കളക്ടറേറ്റിൽ നിന്ന് ഞങ്ങൾ കളക്ടർ അവിടെ ഉണ്ട് എന്ന് ചോദിച്ച ശേഷം തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ 5 ഉദ്ഘാടനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ ഇല്ല. പിന്നെ ഫിഷി തിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് കളക്ടറും ഇല്ല. അപ്പം ഞങ്ങൾക്ക് അതിനകത്തൊന്നും പറയാനില്ല. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. അതൊക്കെ എന്താണ് അവിടെ നടന്നിരിക്കുക, എന്തായിരിക്കും നടന്നിരിക്കാൻ ചാൻസ് എന്നുള്ളതൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചുകൊള്ളുക. ഇപ്പോൾ ഞങ്ങൾക്ക് ബുധനാഴ്ചത്തേക്ക് ഒരു സിറ്റിംഗ് തരാമെന്ന് പറഞ്ഞു. കുട്ടികളെല്ലാം വരേണ്ട ആവശ്യമില്ല, ഒരാൾ വന്നാൽ മതി, അല്ലെങ്കിൽ 2 പേര് വന്നാൽ മതി എന്നാണ് പറയുന്നത്. അതേപോലെ ഇപ്പം CAയും പറയുന്നത് അതാണ്, 2 പേര് വെച്ച് വരാം. ഇപ്പൊ ഇത്രയും കുട്ടികൾ വന്ന് ഇനി 2 പേര് നാളെ കൂടെ വരാനാണ് പറയുന്നത്. അതെ, കണ്ണൂരിൽ നിന്നവരുണ്ട്. ഒരാളെ വിട്, ഒരാൾക്ക് കൊടുക്കാനുള്ള ഒരുമാതിരി കളിയാക്കുന്ന പരിപാടിയാണ് ഇവർ ഈ മീഡിയക്കാരെ എടുക്കുക എന്നുള്ളതാണ്. അവരൊരു നിങ്ങൾ യൂട്യൂബേഴ്സ് യൂട്യൂബ് എന്ന് പറയുന്നത് മീഡിയ തന്നെയല്ലേ. ഇത് നമ്മളെ എന്താ പറയുക, വ്ളോഗ് എടുക്കുന്നവരാണോ ഇത് എടുത്തിടുന്നത്? നമ്മൾ വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരല്ലേ. എന്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളൊന്നും ഈ കാര്യത്തിൽ ഒരു വാർത്ത പോലും കൊടുക്കാൻ? ഇത്ര കുട്ടികളുടെ കാര്യമായിട്ട് വരും. അത് ടാക്സ് വെട്ടിച്ചത് മലയാളി വാർത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. മലയാളി വാർത്ത വിളിച്ചിട്ട് എന്റെ ബൈറ്റ് ചോദിച്ചു. പക്ഷെ ഞാൻ ബൈറ്റ് കൊടുക്കുന്ന കാര്യമില്ലല്ലോ, അതേ കുട്ടികളല്ലേ വരേണ്ടത്. അപ്പൊ കുട്ടികൾ വരുന്ന ദിവസം ഞാൻ ഇന്നാണെന്ന് ഞാൻ അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പരിപാടി നടക്കുന്നുണ്ട്. ഇപ്പൊ അടൂർ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ ലാസ്റ്റ് മറുപടി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഫോണും മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല, പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പറയാൻ പറ്റില്ല. ഇനി പൈസ ഇപ്പം കുട്ടികൾക്ക് കിട്ടത്തില്ല. ഇത് തിരിച്ച് ഇത് മേടിക്കാനുള്ള പരിപാടിയാണ്. അത് പൈസ ഉൾപ്പെടെ നിങ്ങൾ ഇത് അല്ല, അതെന്താണെന്നറിയാമോ, ലേബറിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് സാലറി അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ മൊബൈലും ബാക്കിയുള്ളതും ക്രിമിനൽ ഒഫൻസ് ആണ്. അതേ പോലീസിന് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ പോലീസ് ഇടപെട്ട് മൊബൈലും
ഇവരുടെ സിം കാർഡ് വാങ്ങിച്ചു കൊടുക്കും. അതുപോലും തരുന്നില്ല അവര്. അത് രണ്ടുപേര് വാന്നാ പറയണത്. അതെന്തിനാ ഇപ്പൊ രണ്ടുപേര് വരുന്നത്? പിന്നെ ഇവരുടെ മുദ്രപത്രം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ബോണ്ട് എന്ന 400 രൂപയുടെ പത്രം ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് പോരാതെ ബ്ലാങ്ക് ചെക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇത്രയും ഇവിടുന്ന് വാങ്ങിത്തരാന്ന് പറഞ്ഞു. പക്ഷെ 2 പേരെ വെച്ചിട്ട് നാളെ മുതൽ 2 പേര് വെച്ച് വരാനെന്ന്. അതെനിക്കറിയത്തില്ല. അതിനിപ്പോ എന്ത് കളിയാണ്? അപ്പൊ ഇപ്പൊ വന്നവരൊന്നും അവർ കാണുന്നില്ലേ? ഞങ്ങളൊക്കെ ഇൻവിസിബിൾ ആണോ? 26 പേരുണ്ട്. മൊത്തം 36 പേരുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ. അതിൽ 26 പേരാണ് ധൈര്യമായിട്ട് മുൻപോട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളവർക്ക് പേടിയാണ്. ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ സ്വാഭാവികം. അവർ കിടന്ന് വെല്ലുവിളിക്കുന്നത്. പിന്നെ എന്റെ കൂടെ നിൽക്കുന്ന കുട്ടികളെയൊക്കെ പച്ചയ്ക്ക് മോശമായി ശ്രീ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ വമ്പൻ വ്ളോഗേഴ്സ് വരെയാണ് ഇതിന്റെ ഡീലിങ്ങിന് ഇറങ്ങിയത്. അതെ അതിനെ കുറിച്ച് അതെ എന്നെ പറ്റി മോശം പറയുക. ആര് വിളിച്ച പയ്യൻ ഇപ്പത്തെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കണ്ടില്ലായിരുന്നു. എന്നെ വിളിച്ചിട്ടില്ല. ഇപ്പൊ കണ്ടില്ലായിരുന്നു ഒരു ചാനലുകാരൻ ഒലിവിക്ക് വേണ്ടി വിളിച്ചത്, പാലക്കാരനെ വിളിച്ചൊരു വീഡിയോ കണ്ടു. ആ ചെറുക്കനല്ലേ? അതെ അത് കണക്കുള്ള കോണ്ടാക്ട് പോലും ചേച്ചി ഇല്ല ഒന്നും ചെയ്തില്ല. പക്ഷെ എന്റെ കുറെ ശത്രുക്കളെ വെച്ചിട്ട് നേരേന്ദ്രൻ വന്നിട്ടുണ്ട്. അങ്ങനെയല്ല ഇതിന് പിന്മാറണം എന്നൊക്കെ. അതുണ്ട്. അത് സ്ഥിരമായിട്ടുണ്ട്. വരികയാണെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് തരാം. എന്നെ ഒഴിവാക്കാനാണ് അവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതെനിക്കറിയില്ല അതെന്തിനാണ്. ഇപ്പൊ കുട്ടികളുടെ ആവശ്യം വളരെ ക്ലിയർ ആണ്. അവർക്ക് ഇതുവരെ ആവശ്യത്തിലുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് ഇന്നത്തെ ദിവസം ഇവിടെ വന്നിരിക്കുന്നവർക്ക് വ്യക്തമായിട്ടാണ് മനസ്സിലാവും. അതായത് അവരുടെ ഫോണും അവരുടെ സിമ്മും അവർക്ക് ഡോക്യുമെന്റും അവർക്ക് തിരിച്ചു കിട്ടിയാൽ ആധാർ അടക്കമുള്ള സാധനം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അത് ഒരു വോയിസ് കേൾപ്പിക്കാൻ പറയുന്നുണ്ടോ? കേൾക്കണം. അവിടെ കേൾപ്പിച്ചാൽ അങ്ങോട്ട് മൈക്കിനകത്ത് വെച്ചാൽ മാം ഇനി എന്റെ വളർച്ച കണ്ടു നോക്കൂ. ഓരോ മാസവും ഓരോ മന്ത്രിമാരെ എന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഗണേശിന്റെ അടുത്ത ഒരാള് എന്നെ വിളിച്ചു, സിബി നമുക്ക് ഗണേശ് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്, സിബി സമയം ഒരുക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച പുള്ളിക്കാരൻ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞു. ഗണേശുമായി അടുത്തപ്പെട്ട ഒരാളാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പം അടുത്ത മാസത്തിൽ ഓരോ മിനിസ്റ്ററീസ് ഇവിടെ വരും. ഇത് കണ്ട് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും ഭയങ്കര പബ്ലിസിറ്റി കിട്ടും. വൻ കുതിപ്പോട് ഒലിവിയെ പോകും. കാരണം അവർക്കൊക്കെ അറിയാമല്ലോ ഇവിടെ എന്തുവാ ഐസക് സാർ വന്നു. ഐസക് സാർ അത്രമാത്രം ഇവിടെ ഞാൻ അച്ഛൻ ചോദിക്കുന്ന ഭയപ്പെടാൻ എന്താ കുഴപ്പമില്ല. കാരണം ഞങ്ങൾക്ക് അത്ര സപ്പോർട്ടാണ്. ആരെങ്കിലും എവിടെയെങ്കിലും കുറച്ചെന്നോർത്ത് എനിക്ക് അയച്ചതാ. രാഷ്ട്രപതിക്ക് അപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ. അതിനപ്പുറം ഒന്നും ലേബർ ഇല്ലല്ലോ. ഉണ്ടോ കാണിച്ച ഇവന് മതി എത്ര ഉള്ളു. ഇവന് എന്താ ആട് കരയണേ? ഇവന് ഈ ചാനലുകാർക്ക് കൊടുത്ത ഈ ഒരു പൈസ മതിയല്ലോ ഈ കുട്ടികൾക്ക് പൈസ. അത്രേ ഉള്ളൂ. അതാണെന്നേ. അപ്പോൾ ഇവന്റെ മനഃപൂർവ്വമുള്ള വാശിയില്ലയോ? അത്രേ ഉള്ളൂ. വാശി, അഹങ്കാരം തോറ്റു കൊടുക്കത്തില്ല. ഇവരിവിടെ തോമസ് ഐസക് ഉണ്ട്, ഗണേഷ് സാറുണ്ട്. ഗണേഷ് സാർ ഇത് പറഞ്ഞ അവന്റെ ചെറുക്കനെ അടിച്ചു പൊട്ടിക്കും. ഏതെങ്കിലും ഒരു കുട്ടിയാണ് മുന്നോട്ട് വരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു ഇതിനകത്ത് എന്തെങ്കിലും കള്ളത്തരമാണ്. ഇതിപ്പോ 10-26 കുട്ടികള്, അതും ഇവരുടെയൊക്കെ ഭാവിയാണ്, ഇവരുടെയൊക്കെ ഇനി ജീവിതമാർഗമാണ്. ഇവര് കൊച്ചു പിള്ളേരാണ്. ഇവർ എന്നിട്ടും ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ഈ പ്രായത്തിൽ വന്ന് നിൽക്കണമെങ്കിൽ അത്രയും ജെനുവിനായിട്ടല്ലേ. വേറൊരു കാര്യമുണ്ട്. ഈ കുട്ടികൾക്ക് പൈസ കൊടുക്കാത്തതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവര് ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ ആരും ഇവിടെ നിർത്താറില്ല. പറഞ്ഞു വിടും. ലോങ് ടൈമിലുള്ളവരും കൂടെ ഇപ്പൊ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തുള്ള കുട്ടികളും തിരിഞ്ഞു വന്ന് ഇവരുടെ അടുത്ത് പൈസ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരാൾക്ക് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കണ്ടേ? അതാണ് ഇയാളിങ്ങനെ കുഴപ്പമെന്നാണ് എനിക്ക് തോന്നിയത്. എന്റെ ഒരു ഇതാണ്. കൂട്ടത്തിലുള്ള കുട്ടികൾ ആരെങ്കിലും ചേച്ചി നേരിട്ട് വിളിച്ചിട്ടുണ്ടോ? അവിടുന്ന് ആ കുട്ടികളെല്ലാം അതിനകത്ത് നടക്കുന്ന കാര്യം നമുക്ക് അറിയിക്കുന്നത്. അവരുടെ ഗ്രൂപ്പിനകത്ത് എന്തൊക്കെ നടക്കണം, ഇവ എന്തൊക്കെ അവിടെ സംസാരിക്കണം എന്നുള്ളത് അതിനകത്തുള്ള ഒരു കുട്ടിയാണ് നമുക്ക് കൊണ്ട് തരുന്നത്. ഒന്നല്ല 2-3 പേരുണ്ട് അതിനകത്ത്. കൊള്ള സംഘമാണോ ഇവരൊക്കെ? ഏത് നൂറ്റാണ്ടിലെ പിള്ളേർക്ക് ജീവിക്കുന്നത്? ഇവർക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് വന്നൂടെ? അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്താ കാണിക്കണേ നമുക്കറിയാം. ഇതുപോലെ വോയിസ് മെസ്സേജ് ഓരോരുത്തർക്കും ചെല്ലും. ചിലവർ പേടിക്കും. വീട്ടുകാർ പറയും പോണ്ട എന്ന് പറയും. വീട്ടുകാർ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ അത് ധൈര്യം എന്തെന്ന് വരട്ടെ ഇറങ്ങിത്തിരിക്കുന്ന കുട്ടികളാണ്. ഞാൻ എന്റെ പ്രോപ്പർട്ടി ഒന്ന് ഭൂപണ ബാങ്കിൽ പണയം വെച്ചിട്ടുണ്ട്. അത് പോയി കണ്ടെത്തിയിട്ട് അത് ജപ്തിക്ക് കൊടുക്കുമെന്നും അത് ജപ്തി ചെയ്യിപ്പിക്കുമെന്നും പിന്നെന്തുവായിരുന്നു 6-ാം തീയതി എന്നെ കോടതിയിൽ കൊണ്ടുവന്ന് എന്തരാ ചെയ്യുമെന്ന് എനിക്ക് ഇന്നലെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് പറയിച്ചതാണ് എൻ്റെ അടുത്ത്. നിങ്ങളുടെ നിങ്ങൾ ഈ വിഷയമായിട്ട് പ്രതികരിക്കാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് വധഭീഷണി
അച്ചു മേഡം. അവരെയോ? അവരെ അച്ചു മേഡം ചേച്ചി വധഭീഷണി മുഴിച്ചിട്ടുണ്ടെന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ലത്. എന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നോ? എന്നെ അങ്ങനെയൊന്നും അല്ല പറയണത്. എന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നും രണ്ടൊന്നും അല്ല. എന്നാലും 1 മണിക്കൂറാണ് എന്നെ തെറി വിളിച്ചിട്ടുള്ളത്. തെറിയെന്ന് പറഞ്ഞാൽ വളരെ ഡീസന്റ് തെറിയാണ്. നമ്മൾ ആത്മാർത്ഥമായി കായും പായും മൂയും പറയും. അവരങ്ങനെയൊന്നും പറയത്തില്ല. വളരെ നിന്നെ പോലെ ഞാൻ 4 കെട്ടിയിട്ടില്ല, നിന്നെ പോലെ ഞാൻ പിഴച്ചതല്ല, നിന്നെ പോലെ അല്ല ഞാൻ, ഇതൊക്കെയാണ് പറയണത്. ഞാൻ എന്നെ കല്യാണം കഴിച്ചിട്ട് ഒരാൾക്കൊപ്പം സ്വന്തമായി ജീവിക്കുന്നതാണ്. ഞാൻ നാട്ടിലുള്ളവരെയൊന്നും തെറിയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന വൃത്തികെട്ട സ്ത്രീയല്ല. അതിന്റെ അർത്ഥം എന്തുവാണ് സാറേ? അവർക്ക് എൻ്റെ പണമുണ്ട് മാം, എൻ്റെ പണമുണ്ട് മാം. ഞാൻ ലോകത്തുള്ള എല്ലാവരും വിലക്ക് എടുക്കും മാം. പണത്തിന് എല്ലാം പിടിക്കാന്നുള്ള ലക്ഷ്യത്തിലായിരിക്കും. ഞാനിത് ചാരിറ്റിക്കാണ് ചെയ്യണത്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ചാരിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഔദാര്യമാണ് മാം. ഔദാര്യം എടുത്തു പറയുന്നത് കേൾക്കാം. ഞാൻ ചാറ്റ് ഈ ചാരിറ്റി എന്ന് പറയുന്ന സാധനം ഇതുപോലുള്ള ക്രിമിനലുകൾക്കാണ് വെള്ളപൂശി പുറത്ത് ഏതാണ് നന്മയുള്ള ഇപ്പൊ മനുഷ്യന്മാരെ പറഞ്ഞാൽ മതി, വിവരമില്ല, 5 പൈസ വിവരമില്ല നാട്ടുകാർക്ക്. ഏതെങ്കിലും ഒരു നന്മ എന്തിനും നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മൾ ആൾക്കാർ കാണാതെ കൊടുക്കുന്നതാണ്, അതിനെയാണ് നന്മയെന്ന് പറയുന്നത്. അത് എടുത്തു കാണിച്ച് ഞാൻ നന്മയുള്ളവരാന്ന് പറഞ്ഞ് കാണിച്ചു കിടക്കുന്നവരെല്ലാം പക്ക. അത്രേ ഉള്ളൂ. വേറൊരു കാര്യം ഇതിന്റെ കൂടെ ഉണ്ട്. പിന്നെ ഇവർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവരുടെ വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെ കൊണ്ട് പറ്റുമോ ഒരാൾക്ക് ഇത്രയും ശമ്പളത്തിന് ജോലി കൊടുക്കാൻ? നിങ്ങളെ കൊണ്ട് പറ്റുമോ? അങ്ങനെ ഒരു മാനുഫാക്ചർ മുൻപോട്ട് വന്നിട്ടുണ്ട്, VRS കുർത്തീസ് എന്ന് പറഞ്ഞിട്ട്. അവർ പറഞ്ഞു 8ഓളം പേർക്ക് ഞാൻ ജോലി കൊടുക്കാൻ തയ്യാറാണ്, നിങ്ങൾ 15,000 രൂപ ശമ്പളവും ഫ്രീ അക്കോമഡേഷനും ഫുഡും എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യം കൊണ്ടാണ്, അല്ലാതെ നമുക്ക് അതിന്റെ കാര്യമൊന്നും. ഇപ്പൊ അവരെയാണ് അവര് ടാർഗറ്റ് ചെയ്യണത്. അവരാണ് ഈ കുട്ടികളെ കുത്തിത്തിരിപ്പിച്ചത്. അവർക്ക് എങ്ങനെ ഇവരെ നമ്പർ കിട്ടി? ഈ കുട്ടികൾ എന്നെ സമീപിച്ചത് ഓക്കെ, അവരെന്തിനു സമീപിക്കണം? അവരെ അവരിന്ന് വരേണ്ടായിരുന്നു. അവര് പേടിച്ച് പിന്മാറി. മീൻസ് അവർക്ക് പേടിയാണ്. അനാവശ്യമായിട്ടുള്ള അലിഗേഷനിൽ പോയി പെട്ട് അവർക്ക് ഉപജീവനം മുട്ടപ്പോകത്തില്ലേ? അത്രയും ബുദ്ധിമുട്ടുള്ള അതിന് ആളെ വെച്ച് തെറി വിളിക്കുകയാണ് സ്ത്രീയെ. അതായത് യൂട്യൂബേഴ്സിൽ ഒരു സംഘം ആൾക്കാരുണ്ട്, കിക്ക് അങ്ങനെയുള്ള കുറെ പേരുണ്ട്. ഇവർക്കൊരു സംഘടന തന്നെയുണ്ട്. അവര് ഈ പറയുന്ന കൊട്ടേഷൻ അങ്ങോട്ട് ഏറ്റെടുക്കും. ആ കൊട്ടേഷൻ പ്രകാരം ഇവർക്കെതിരെ സംസാരിക്കുന്നവരെ എല്ലാം അവരങ്ങോട്ട് ആക്രമിക്കും. ഹെൽനോസ് പാട്ട എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. ആ കൊച്ച് കറക്റ്റായിട്ട് കാര്യങ്ങൾ എടുത്തു വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിനെ ഒന്നുമില്ലാത്ത ഒരു സാധനത്തിൽ കൊണ്ടിട്ടിട്ട് ഇപ്പൊ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. സ്കാം എന്ന് ഒരെണ്ണത്തിന് പ്രൊമോഷൻ ചെയ്തത് സ്കാം ആവുമോ? ആ കുട്ടി ആരുടെയും പൈസ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ അതിനെപ്പോലും വിടാതെ പിന്തുടരുന്നു. ഒരു കമന്റ് ഇട്ടാ വിടൂലെന്ന്. ഒരു മനുഷ്യൻ പോയി ഒരു കമന്റ് ഇട്ടാ അവരെ തേടി കണ്ടുപിടിച്ച് അക്രമമാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറി ഇരിപ്പുണ്ട് ഇവരുടെ കുറെ ഐറ്റങ്ങൾ. നമ്മളാരെ റിമൂവ് ചെയ്യാൻ പോയിട്ടില്ല. അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരുന്ന് കരയട്ടെ. ഇപ്പം നിലവിലിപ്പം സ്റ്റേഷനിൽ നമുക്ക് കിട്ടിയ മറുപടി ഇതാണ്. ഇനി അടുത്ത എന്തോ മുന്നോട്ടുള്ള അവര് പറയണത് നാളെ മുതൽ 2 പേര് വെച്ച് വരാനാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ കുട്ടികളുടെ വീട് നമ്മുടെ കൊല്ലം ജില്ലയിലൊന്നും അല്ല, പല സ്ഥലങ്ങളിലും പാലക്കാട് ഇന്ന സ്ഥലങ്ങളിലൊക്കെയാണല്ലോ ഈ കുട്ടികൾ വരുന്നത്. അപ്പൊ ഇവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ സംസാരിച്ചായിരുന്നു. ഇവരെ ഇങ്ങനെ ഡെയിലി വരുന്നത് കാര്യം എല്ലാവരും ഒരുമിച്ച് സെറ്റിൽ ചെയ്യുന്നുള്ള രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചു. സാറേ, ഹാർട്ട് എടുത്ത് അച്ചുവിന്റെ ഹൃദയത്തിനകത്ത് വെച്ചിരിക്കുന്നവരടുത്ത് നമ്മൾ എന്തോ പറഞ്ഞിട്ട് കാര്യ? നമ്മളടുത്ത് നമ്മൾ പറയുന്നത് കേൾക്കാൻ മാനസികാവസ്ഥ ഉള്ളവരടുത്തല്ലേ പറയാൻ പറ്റൂ. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാൽ പറയും ഞാൻ അവിടെ കിടന്ന് ഒച്ചയിടുന്നു. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിനകത്ത് കയറിയിരിക്കുന്നത്. ഞാൻ ഒച്ചയിടുന്നെന്ന് പറയും. വേണമെങ്കിൽ എനിക്കെതിരെ വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ മിണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ തവണ വന്നിട്ട് നമ്മൾ ഇവിടെ നിന്നപ്പോൾ ലൈവ് ഇട്ടു. ഇവിടുന്ന് അച്ചുവിന്റെ വീട്ടിൽ പോകുമ്പോൾ ഇവരടുത്ത് ചോദിച്ച് പെർമിഷൻ ചോദിച്ചിട്ട് പോയിട്ട് അവർ പറഞ്ഞത് നമ്മൾ അവരെ ഭവനവേദനത്തിന് പോയത്. ഞാൻ അങ്ങോട്ട് ചെന്ന് എന്റെ വണ്ടി കണ്ടോണ്ട് തെറുത്താത്ത ഗോബയാക്കുന്നു. പിന്നെ എന്റെ പേര് ഷെഫീന എന്നാണ്, തെറുത്താത്തന്നല്ല. അവൾ അവിടെ നിന്നുകൊണ്ട് വിളിച്ചതാണ്. ഇപ്പോഴും ഇന്നലെ ഇട്ട ഒരു വീഡിയോയ്ക്കകത്ത് ഫുള്ള് നിങ്ങൾ കേട്ടു നോക്കുക. ഈ കൂട്ടത്തിൽ എനിക്ക് മനീഷ ഏതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ആ കൊച്ചിനെ ഞാൻ കൂട്ടി കൊടുക്കണം. ആ വർക്കല ഒരു കുട്ടി, ഞാൻ പറഞ്ഞ അത് നന്നായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ആ കുട്ടി വന്നാൽ മതി. അതിനാകുമ്പോൾ ഹസ്ബൻഡ് കുട്ടികളെ നോക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ആ കൊച്ചു വരട്ടെ. വാർത്താ സമ്മേളനത്തിൽ 16 പേര് വേണ്ട, 2 പേര് മതി. ഞാനും ഇരിക്കാം, 2 പേരും കൂടെ വാ. അതിൽ ആ കുട്ടി മതി എന്ന് പറഞ്ഞപ്പോൾ അതിനകത്തുള്ള സ്പൈ കൊണ്ടുപോയി കൊടുത്തതനുസരിച്ചിട്ട് ഇപ്പൊ ആ കൊച്ചിനെ ഞാൻ കൂട്ടി. ഒരു കുട്ടി ഭർത്താവോടെ ജീവിക്കുന്ന ഒരു കുട്ടി, 2 കുട്ടികളുടെ അമ്മയല്ലേ? എന്ത് മോശമായി സ്ത്രീ പറയുന്നേ? അവരങ്ങനെയായിരിക്കും, അവർക്ക് അങ്ങനെയായിരിക്കും ലൈഫൊക്കെ കിട്ടിയിട്ടുണ്ടാവുക. അതെ അതെ. അല്ല, അതിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബോംബെയിലുണ്ട് ആ സ്ത്രീ, ഇയാളുടെ ആദ്യ ഭാര്യ. അവര് ജീവിച്ചിരിക്കുക, അവരുമായിട്ട് ലീഗലി ഇതായിരിക്കപ്പോഴത്തേക്കാണ് ഈ അച്ചുവുമായിട്ടുള്ള ബന്ധം നടന്നതെന്ന് അവര് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ള സ്ത്രീ ബാക്കിയുള്ളവരെ പറയരുത്. നമ്മളാരും അങ്ങനെ ജീവിക്കുന്നില്ലല്ലോ. എന്തിനാ അനാവശ്യങ്ങൾ പറയണേ? പിന്നെ പറഞ്ഞോട്ടെ, എന്ത് പറഞ്ഞാലും ഇതിന് പിന്തിരിയത്തില്ല. ഈ കുട്ടികളുടെ അറ്റ്ലീസ്റ്റ് അവരുടെ മൊബൈൽ, അതാണ് ഇപ്പൊ നിങ്ങൾ കൊടുത്ത 10,000 രൂപയുടെ താഴോട്ടുള്ള മൊബൈൽ, അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണീര് മോളെ. അത് 10,000 രൂപയാണ്, നിങ്ങൾ കണ്ടോളൂ. ഒന്ന് കാണിച്ചേ.
അവര് കൂടെ പോയി വാങ്ങിച്ച ഈ മൊബൈലിന് 10,000 രൂപയാണെങ്കിൽ ഞാൻ ഈ കുട്ടികളുടെ മൊബൈൽ ഞാൻ കൊടുക്കാം. മൈജിന്ന് വാങ്ങിച്ചത് 10,000 രൂപയുടെ മൊബൈലാണോ? എന്നാ ശരി, അല്ലെ 2,000 രൂപയുടെ മൊബൈലാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു ഞാൻ കൊടുത്തോളാം ഈ പിള്ളേർക്ക്. ഈ മൊബൈൽ 2,000 രൂപയ്ക്കാണ് അവർ വാങ്ങിയതെങ്കിൽ അവർ ഈ മൊബൈൽ കൊടുക്കണ്ട കുട്ടികൾക്ക്. നിങ്ങൾ ഒരു തെളിവ് കൊണ്ടുവരൂ. ഞാൻ 5 ലക്ഷം രൂപ തരാന്ന്. മതി, നമുക്ക് 5 ലക്ഷം രൂപ ഞങ്ങൾ പിരിത്ത് എല്ലാവർക്കും കൊടുത്ത് തീർത്തോളാം. അങ്ങനത്തെ ഞങ്ങൾക്ക് തെളിവില്ല, 5 ലക്ഷം രൂപ തരാൻ പറ. പിന്നെ എന്റെ ബാങ്കിൽ 1 കോടി രൂപ ഇട്ടെന്ന് പറയുന്നുണ്ട്. ഇത് ഞാനൊരു കാര്യം, ഇത് ശരിക്കും അവർ അഡ്വർടൈസ്മെന്റ് കളിക്കൂല്ലേ ഇതിനകത്തൂടെ? അല്ല ഇവർ ശരിക്കും അല്ലല്ല, അതിനൊരു കാര്യം, അത് ഞാൻ അങ്ങനെ പറഞ്ഞത്. അഡ്വർടൈസ്മെന്റ് അവരത് പറയുന്നത് അവർ ജയിക്കാൻ വേണ്ടി പറയുന്നു. വാസ്തവത്തിൽ നിങ്ങൾ ഇവിടെ ചെന്നിട്ട് അന്വേഷിച്ച് നോക്കുക. ഇവിടെ എല്ലാ മാസവും അവിടുന്ന് കംപ്ലൈന്റ് വരും, കുട്ടികൾ വരും. ഇത് സ്ഥിര പരിപാടിയാണെന്ന് ഈ പോലീസ്. ഇപ്പം വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഇപ്പം അടുത്ത ആഴ്ച വീണ്ടും കേസ് കൊണ്ടുവരും. ഇവർ കോംപ്രമൈസ് ചെയ്ത് വിടുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ആര്യ എന്ന് പറയുന്ന ഒരു കുട്ടി കൊടുത്ത ലേബറിലെ കംപ്ലൈന്റ് അവിടെ നിൽപ്പുണ്ട്. അയാൾ അത് വളരെ സ്ഫുടതയോടെ പറയുന്നുണ്ട്. എന്തിനാ ഇപ്പോ, എന്താ നിങ്ങൾ ചെയ്യാ? ഞാനൊരു ഫൈൻ അടയ്ക്കും മാം, പോമാം, ഞാൻ ഫൈൻ അടയ്ക്കും മാം, നിങ്ങൾക്ക് എന്താണ്, ഞാൻ ഫൈൻ അടച്ച് ക്ലിയർ ചെയ്യും മാം. ഈ ഫൈൻ എന്ന സിസ്റ്റം നിർത്തിയിട്ട് ചെവിക്കലുകളൊക്കെ അടിക്കാനുള്ള സിസ്റ്റം കൊണ്ടുവരണം. ഇവന്മാർക്കൊക്കെ ഫൈൻ അടച്ച് ഒഴിവാക്കി. നമ്മൾ കേസ് കൊടുക്കുമ്പോൾ എന്താണ്, ഇപ്പൊ മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് 1,500 രൂപ അടച്ചാൽ ഫൈൻ കൊടുച്ചാൽ തീർന്നു, മാനനഷ്ടം തീർന്നു. അതാണോ മെനക്കേട്? എത്രയാ? ഒരു വക്കീലിനെ കണ്ട് ആദ്യം പോലീസിൽ കൊടുത്ത്, പിന്നെ SP കൊടുത്ത്, പിന്നെ കളക്ടർ കൊണ്ട് കൊടുത്ത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് CMP ഇട്ട് കൊടുക്കുമ്പോൾ എത്ര രൂപ നമുക്ക് 25,000 രൂപ ചിലവാകും. അവ 1,500 ഫൈൻ അടച്ചിറങ്ങിപ്പോരും. ഈ സിസ്റ്റമേ നിർത്തണമെന്നുള്ളതാണ്. ലേബർ പറഞ്ഞത് ഇവന്റെ കടയിൽ 14,000 രൂപയാണ് മിനിമം വേതനം ഒരു കടയിലെ സ്റ്റാഫിന് 14,000 രൂപ കൊടുക്കണം. ഇവൻ കൊടുക്കുന്ന വേതനം 8,000 രൂപയാണ്. അങ്ങനെയാണ് അവിടെ ചെക്കിങ് പോയി. നിങ്ങൾ അവിടെ പോയി ചോദിച്ചാൽ, ഈ 4ാമത്തെ നിലയിലൊരു മേഡമാണ് ഇരിക്കുന്നത്, സ്ത്രീയാണ്. അവർ പറഞ്ഞു അവർക്ക് കാശ് കൊടുക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ അറിയാമോ, അവർക്ക് കാശ് കൊടുക്കാന്ന് പറഞ്ഞു ഒതുക്കാനായിട്ട്. അവ എല്ലാവർക്കും പൈസ കൊടുത്ത് ഒതുക്കും, എല്ലാവർക്കും പൈസ കൊടുത്ത് ഒതുക്കും. ഓഫീസ് ക്ലോസ് ചെയ്തേക്കുന്നത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണെന്ന് പൊതുവെ പറയുന്നത്. അത് തന്നെയാണ്. അത് ആര് ക്ലോസ് ചെയ്ത്? അയാളാ ലോക്കല്ല അവിടെ വീണത്, ലേബറിന്റെ ലോക്കാ. ചേച്ചി, നമ്മളിപ്പോ SP CM-ന് അയച്ചിരുന്ന ലെറ്ററിൽ 20-ാം തീയതി അവരുടെ ഓഫീസ് പ്രവർത്തനങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. പക്ഷെ ഇപ്പോഴും തുടർന്ന് പ്രവർത്തിക്കുകയാണ് ഓൺലൈൻ. ഇപ്പൊ നമ്മൾ വന്നപ്പോ കണ്ടില്ലേ, അത് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ഓൺലൈൻ വഴി അവർക്ക് കോൺടാക്ട് വരുന്നുണ്ട്, ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ടെന്ന് അവർ പറയുന്നത്. അതെ, സംശയത്തിന് ഞങ്ങൾ 2 ഡ്രസ്സ് വാങ്ങിയിരുന്നു. നടക്കുന്നുണ്ട്, കച്ചവടം നടക്കുന്നുണ്ട്. അതൊരു വീഡിയോ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, കുഴപ്പമില്ല. പിന്നെ ഇവര് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടും ഈ കുട്ടികളായിട്ട് പറയാനായിട്ട്. ഞാൻ പട്ടികളെയാണ് കൂടെ വെച്ചത്, ഇങ്ങനെയൊക്കെയാണ് കുട്ടി. ആ സ്റ്റാറ്റസ് ആരെങ്കിലും ഉണ്ടോ മക്കളെ? അന്നലെയൊക്കെ ഇട്ട സ്റ്റാറ്റസ് അതൊക്കെ കണ്ടാലുണ്ടോ? ചത്ത് കിടക്കണ ശവം എഴുന്നേറ്റ് ഒരെണ്ണം പൊട്ടിക്കും. അതായത് ആണല്ലോ ആഹാരം കൊടുത്തിരുന്നത്. സത്യമാണ്. അവരുടെ വീഡിയോ പട്ടിയൊക്കെ ആഹാരം കൊടുക്കുന്ന കണക്കാണ് അവർ ആഹാരം കൊടുക്കുന്നത്. അമ്മാതിരിയാണ്. ഒരു മനസാക്ഷി ഇല്ലാത്ത സ്ത്രീ. എന്നാൽ അവരും ഇതേപോലൊരു സെയിൽസ് ഗേളായിട്ട് വന്നവരാണ്. ഒരു സെയിൽസ് ഗേളായ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അവിടുത്തെ ഉടമസ്ഥനെ കണ്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് കുട്ടികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തില്ലയോ? 1% പോലും മനസാക്ഷി ഇല്ലാത്ത ഒരു വൃത്തികെട്ട സാധനം. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ കൂട്ടുകൂടിയിരിക്കുന്ന ഫിജോ ജോസഫ് എന്ന് പറയുന്ന ഒരു 3rd ക്ലാസ് വിമൺ ആണ്. അത് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാം. ഫിജോ ജോസഫ് വിസ തട്ടിപ്പുകാരി, അങ്ങനെയുള്ള കുറേ അധികം ക്രിമിനൽ കുറ്റത്തിൽ ആളായിട്ടുള്ള ആളെയും കൊണ്ടാണ് നിന്നത്. ഇന്നലെ പറഞ്ഞു വരുമെന്നൊക്കെ കണ്ടില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു, വന്നിട്ടില്ല. ക്രിമിനലുകളുടെ കൂട്ടായ്മയാണ്. ദിയ സനയാണ് ഇവരുടെ ശരിക്കുള്ള ഏജന്റ് എന്ന് പറയുന്നത്. കാരണം ഇപ്പം ഹെൽനോ പാട്ടയ്ക്ക് ഈ കൊട്ടേഷൻ കൊടുത്ത ദിയയാണ്, മറ്റേ ആ കണ്ണാടിക്കാരന്റെ കയ്യിൽ. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ചിലരൊക്കെ അടിച്ചു നിൽക്കും, ചിലരൊക്കെ കളഞ്ഞിട്ട് പോകും. ആ കുട്ടി ഇനി വരും, ആ കുട്ടി വരാനിരുന്നതാണ്. പിന്നെ ഹെൽനോസ് പാട്ട വരാനിരുന്നതായിരുന്നു. അത് പേടിച്ച് അതിനെ ഒതുക്കി. ഇങ്ങനെ ഓരോരുത്തരെ ഫിസിക്കലി മെന്റലി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ചെയ്യാനാണ്? ഞാനിപ്പോഴും പറയണ, ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കാണുന്ന ഈ ഒലീവിയയുടെ പരസ്യം കണ്ടിട്ട് ഒരാളും അട്രാക്റ്റ് ആയിട്ട് വരരുത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ലാഭവും ഇല്ല. എന്റെ മക്കളെയൊന്നും ഞാൻ ഇങ്ങനെ ഇടുകയില്ല. ഞാൻ പറയുന്നില്ല, നിങ്ങൾ കുറച്ച് വസ്ത്രം വാങ്ങി റോഡിലിട്ട് വിറ്റാൽ പോലും 40,000 രൂപയെന്ന് കള്ളത്തരം പറഞ്ഞ് കൊണ്ടുവന്ന് നിങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. വന്ന ഉടനെ നിങ്ങൾ നിങ്ങളുടെ കഴുത്തിലെയും കാതിലെയും ഒക്കെ കൊണ്ടുപോയി പണയം വെക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നഷ്ടങ്ങൾ വരും. ദയവ്, പിന്നെ അഭിമാനം പോവും. ആ വീട് അറിയപ്പെടുന്നത് കുട്ടികൾ വന്ന് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കേണ്ട സ്ഥിതി ഒരു ദിവസമൊന്നും അല്ലല്ലോ. എത്ര ദിവസമായി? ഇനിയെങ്കിലും നിങ്ങൾ ദയവ് ചെയ്തിട്ട് പറ്റരുത്. ആ കുട്ടികളുടെ ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല അവർ മെനക്കെട്ട് വരുന്നത്. ഇനി ഒരാൾക്ക് ഈ ചതിവ് വരാതിരിക്കാനാണ് ആ കുട്ടികൾ ഇത്ര ഇതായിട്ട് ഇറങ്ങി നിന്നത്. എത്ര ദിവസം അവരൊക്കെ വിവാഹമൊക്കെ നിശ്ചയിച്ച ആൾക്കാരാണ്. അതുങ്ങളെയൊക്കെ മുഖം മറച്ചിട്ട് വരേണ്ട ഒരു ഗതികേടെന്ന് ആലോചിച്ച് നോക്കിയാണ്. എന്തിനീ ദ്രോഹം ചെയ്യുന്നത്? അതങ്ങ് കൊടുത്താൽ പോരെ.
ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രശ്നമില്ല, ഇവർക്ക് ഒരു പ്രശ്നമില്ല. അല്ല, അവർക്ക് പ്രശ്നമുണ്ട്. കാരണം നേരത്തെ കിട്ടാനുള്ളവരെല്ലാം പിന്നെ കടന്ന കൂടെ ഇളവി കണക്ക് വരും. കാരണം കാലങ്ങളായിട്ട് ഇത് ചെയ്യുമല്ലേ ഈ കള്ളത്തരം, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ഈ അവസാനമായിട്ട് ഓഫീസ് പൂട്ടിയ സമയത്തുള്ള സ്പെൻഡിങ് ആണെന്ന് പൊതുവെ പറയുന്നുണ്ട്. അതെ അതെ, അതിനെക്കുറിച്ച് അവർക്കത് വേണം. അതെ, വെളിയിൽ നിന്ന് ഈ കുട്ടികള് വെളിയിൽ നിന്ന് ഇങ്ങനെ കരയുമ്പോ അകത്ത് അവര് സന്തോഷിക്കുമായിരുന്നു. അതെ അതെ. അവർക്കൊപ്പം അവരെ സപ്പോർട്ട് അല്ല, മുദ്രാവാക്യം എന്ന് പറയുമ്പം മാമും സാറും ചങ്കാണേന്നല്ല, ഈ കുട്ടികളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, കോമഡി എന്ന് വെച്ചാൽ അന്ന് ആ വീഡിയോ മാലയിടുന്ന വീഡിയോ ഒരു മിനി കൂപ്പറിൽ വന്നിറങ്ങുന്ന വീഡിയോ അല്ലേ, ആ കൊച്ചിന് കുറച്ചെങ്കിലും നാണം ഇല്ലായിരുന്നു ജീവിക്കണ്ടേ അനിയാ ആ വീഡിയോ കണ്ടിട്ടേ. എങ്ങനെ വിളിക്കാൻ തോന്നിയത് ഞാൻ ആലോചിക്കുന്നു. അല്ല, അതിപ്പോ അങ്ങനെ വിളിച്ചില്ലെങ്കിൽ ആ മാസത്തെ ശമ്പളം കട്ടാവൂ, ഫൈൻ വരും. ജോലി അതായിരിക്കാം. അതെ. ഇപ്പോഴ് ചേച്ചിക്ക് നല്ല ഉറപ്പുണ്ടല്ലോ, ഇപ്പൊ കൂടെ നിൽക്കുന്ന കുട്ടികൾ താമസിക്കാതെ ചേച്ചിയുടെ അടുത്ത് തന്നെ വരുമെന്ന്? 100%, 100% ഉറപ്പാണ് എനിക്ക്. ഗ്യാരണ്ടീഡ് ആണ് ആ കുട്ടികൾ വരും എന്നുള്ളത്. കാരണം ഇത് തന്നെയാണ് അവസ്ഥ. ഇത് ഈ കുട്ടികൾക്ക് കാശ് കൊടുത്തു നോക്കട്ടെ, അപ്പം നിങ്ങൾ കണ്ടോളൂ എന്താ നടക്കണേന്ന്. അത്രയും കുട്ടികൾ, അതിൽ 36 പേരാണ്, ഞാൻ 26 പറഞ്ഞിട്ടുള്ള നമ്പർ. 26 കൊടുത്താൽ ബാക്കി 10 കൂടെ വരും. അതാണ് അവർ കൊടുക്കാത്തത്. അവര് ഈ 10ഉം 50ഉം ഒക്കെ കൊണ്ടുവന്ന് പോലീസുകാർക്കും അവർക്കും ഇവർക്കും ഒക്കെ കൊടുക്കണേ എന്തിനാ? മറ്റത് കൊടുത്തു കഴിഞ്ഞാൽ ₹1,00,000 കൊടുക്കണം. ഇപ്പൊ ഞങ്ങൾ ടോട്ടൽ എമൗണ്ട് ഇട്ട് 4 ലക്ഷം രൂപയേ ഉള്ളൂ മൊത്തം ഈ കുട്ടിയൊക്കെ കൊടുക്കാനുള്ളത്. അതങ്ങ് കൊടുത്ത് തീർത്തൂടെ? അപ്പൊ അവര് കൊടുക്കൂല. അതെന്തുകൊണ്ടെന്നാ ഇനിയും കൂടുതൽ കുട്ടികൾ അഫക്റ്റഡ് ആണ്. 15 ദിവസം ഗ്രേസ് പീരീഡ്. ഈ ഗ്രേസ് പീരീഡ് ശമ്പളം ഇല്ല. ഈ 15 ദിവസം കൊണ്ട് അവര് പെർഫോമൻസ് ചെയ്തെന്ന് പറയുമ്പോൾ 1,00,000 രൂപയുടെ പെർഫോമൻസ് നടത്തും. ഈ പെർഫോമൻസ് ഇവരുടെ ബാങ്കിൽ കൂടെയാണ്, ഈ അക്കൗണ്ടിൽ കൂടെയാണ് പൈസ വരുന്നത്. GST വെട്ടിച്ചാ? GST ടാക്സ് ആര് കൊടുക്കുന്നത്? ഈ കുട്ടികൾ കൊടുക്കുന്നത്. ഇവന് വല്ല അറിയണോ? ഇവൻ ബൈ ഹാൻഡ് കൊടുക്കാൻ. ഇവൻ 4 പേർക്ക് ഇവർ ഈ പൈസ മൊത്തം ഇവരുടെ അക്കൗണ്ടിലേക്കല്ലേ വന്നത്? എന്നിട്ട് ഇവർ തെളിവില്ലെന്നാണല്ലോ പറയുന്നത്. ആര് പറഞ്ഞു? തെളിവല്ലേ ഈ കാണുന്നത് അക്കൗണ്ടിൽ കൂടെ വന്നെന്ന്. ഇത് എടുത്തിട്ട് ഇവര് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന? അംബിക ടെക്സ്റ്റൈൽസിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? എന്തൊരു സയ്യദ് അലി, അങ്ങനെ ഒരാളുണ്ട്, സയ്യദ് അലി, അംബിക ടെക്സ്റ്റൈൽസ്, മനീഷ് തവാരി, ഇവർക്ക് അവര് അയച്ചു കൊടുക്കുന്നതാണ്. കണ്ടോ, ഞങ്ങൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തത്. ഈ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ വാർത്താ സമ്മേളനത്തിൽ കാണിക്കാൻ വെച്ചിരുന്നതാണ്. ഇനി ഇതിന്റെ കൂടെ വേറൊരു കാര്യമുണ്ട്. ഈ പൈസ മനീഷ് തിവാരിക്കും മറ്റുമൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു തുക എടുത്ത് ഇയാളുടെ കയ്യിലും കൊടുക്കുന്നുണ്ട്, ബൈ ഹാൻഡും ഉണ്ട്. ഒരു പ്രാവശ്യം അവിടെ ഇതുപോലെ ചെക്കിങ് നടന്നിരുന്നു, ടാക്സ് ചെക്കിങ്. എത്ര കോടി രൂപയായിരുന്നെന്ന് ഓർമ്മയുണ്ടോ? 1.5 കോടി അടയ്ക്കാനായിട്ട് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞിരുന്നു. അപ്പം എത്ര ടേൺ ഓവർ ഉണ്ടെങ്കിലാണ് 1.5 കോടി ഫൈൻ കൊടുക്കേണ്ടി വരിക? ഒരു ദിവസം ഫുള്ള് ചെക്കിംഗ് ഉണ്ടായിരുന്നു. എല്ലാരും ചതിക്കുന്നതാണ് അയാളെ പറയുന്നത്. അയാളുടെ ഷോപ്പിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു, ഓവറാണ്, എക്സ്പയറി ആണ്, കുട്ടികൾക്ക് ശമ്പളം കൊടുക്കുന്നില്ല. അതായത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. കൂപ്പറാണോ ഏത് വണ്ടിയാണോന്ന് അറിയത്തില്ല, ഒരു വണ്ടി അയാൾ എടുത്ത് സ്റ്റൈലി വന്ന് ഇറങ്ങുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ആ സാധനത്തിന്റെ രജിസ്ട്രേഷൻ ഇല്ല, ഇൻഷുറൻസ് ഇല്ല. ആ വണ്ടിക്ക് ഇൻഷുറൻസും ഇല്ല, രജിസ്ട്രേഷനും ഓവറാണ്, മിനി കൂപ്പർ. അപ്പൊ ആരാ പുള്ളി? നിങ്ങൾ തന്നെ അറിയാം. എല്ലാം കൊണ്ട് ഇല്ലീഗലാണ്. ശരി, എന്തായാലും എത്രയും പെട്ടെന്ന് പൈസ തിരിച്ചിട്ട് ഉടായ്പ പരിപാടി ഒരു നിർത്തി നന്നാവാൻ നോക്കട്ടെ. അത്ര മാത്രമേ